ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് മലയാളം ഫസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നോവൽ പഠിക്കാനുണ്ട്. നോവലൊരു ഭാഗം അല്ലേ, നീട്ടി എഴുത്തുകൾ എന്ന് പറയുന്ന ഖദീജ മുംതാസിൻ്റെ മനോഹരമായ നോവലൊരു ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പേരിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഈ കഥയിൽ പറയുന്നത് സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടിനെയാണ് അല്ലേ. ആയിഷു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ അഖണ്ഡ ഭാരത സംസ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ മൂല്യബോധങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന മനോഹരമായ പാഠഭാഗമാണ് ഏത് മക്കളെ, നീട്ടി എഴുത്തുകൾ എന്ന് പറഞ്ഞ നോവലിലെ ഖദീജ മുംതാസിൻ്റെ പാഠഭാഗമായ സ്വാതന്ത്ര്യം തന്നെ ജീവിതം. സ്വാതന്ത്ര്യം അത് തിളക്കമുള്ള പ്രതീക്ഷയാണ്, വിസ്തൃതമായ ആകാശമാണ് അല്ലേ. അങ്ങനെയാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തിളക്കമുള്ള പ്രതീക്ഷയാണ്. സ്വാതന്ത്ര്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇടപഴകുന്ന എല്ലായിടത്തും സ്വാതന്ത്ര്യമുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത് വെറുതെ ആരെങ്കിലും തന്നതാണോ? അല്ല, നമ്മൾ നേടിയെടുത്തതാണ്. ആരുടെയെങ്കിലും ഔദാര്യമാണോ? അല്ല, നമ്മുടെ അവകാശമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ചെയ്ത സ്വാതന്ത്ര്യ സമര പോരാളികൾ ചെയ്ത നേട്ടവും പോരാട്ടവും എല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിഷു പ്രധാന കഥാപാത്രമായി കടന്നു വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിനന്ന് അവൾക്കുണ്ടാകുന്ന അഭിമാനം, ആദർശബോധമാണ് ഈ പാഠഭാഗത്തിലൂടെ ഖദീജ മുംതാസ് വ്യക്തമാക്കുന്നത്. അപ്പം നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് പോയാലോ മക്കളെ? നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമുക്കിതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെറ്റലടാ, ഉഷാറല്ലേ? തുടങ്ങിയാലോ? യെസ്. ഇന്ത്യ ചരിത്രവും കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റവുമെല്ലാം ചേർത്ത് വെച്ച് 3 തലമുറയുടെ ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലാണ് നീട്ടിയെഴുത്തുകൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ദേശീയ ബോധവും ചലനാത്മകമാക്കിയ സാമൂഹിക ചുറ്റുപാടുകളാണ് നോവലിലെ പ്രധാന കഥാപാത്രമായ ആയിഷുവിൻ്റെ ബാല്യകാലത്തെ രൂപപ്പെടുത്തിയത്. എന്താ മക്കളെ പറയണേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ദേശീയ ബോധവും ചലനാത്മകമാക്കിയ സാമൂഹിക ചുറ്റുപാടുകളാണ് നോവലിലെ പ്രധാന കഥാപാത്രമായ ആയിഷുവിൻ്റെ ബാല്യകാലത്തെ രൂപപ്പെടുത്തിയത്. ആയിഷു എന്ന് പറയുന്ന കഥാപാത്രം, ആയിഷുവാണ് കഥയിലെ ലേഡി സൂപ്പർ സ്റ്റാർ. ആയിഷു എന്ന് പറയുന്ന പെൺകുട്ടി സ്കൂളിൽ വെച്ച് 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി സ്കൂളിലെ ആഗസ്റ്റ് 15-ന് സ്കൂളിൽ ത്രിവർണ്ണ പതാക ഹെഡ്മാസ്റ്റർ ഉയർത്തുമ്പോൾ അവളുടെ രോമം എണീറ്റ് നിൽക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയെ ആലോചിച്ചുകൊണ്ട്. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഭൂമിയായ ഇന്ത്യ എത്ര സുന്ദരമാണ് എന്ന് പറയുകയാണ് ആയിഷു എന്ന കഥാപാത്രത്തിലൂടെ. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ മൂല്യമാണ് ഇവിടെ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഇത്രയും വർഷമായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയവരാണോ? ജാതിപരമായി, മതപരമായി, വർഗപരമായി, വർണ്ണപരമായി നമ്മളിപ്പോഴും അസ്വാതന്ത്ര്യരാണ്. പക്ഷേ ഈ പാഠഭാഗത്തിൽ ആയിഷു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. നമുക്ക് നോക്കാം, കഥയിലേക്ക് പോകാം. ആയിഷു ഭാഗ്യവതിയായിരുന്നു. അവളുടെ കലാലയ ജീവിതം തുടങ്ങുന്നത് സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നുവല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞ വിജയലഹരിയിലും അല്ലെ, സ്വതന്ത്ര ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലാണ് ആര് പഠിച്ചത്? ആയിഷു. അതുകൊണ്ടാണ് ആയിഷു ഭാഗ്യവതിയാണെന്ന് പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ വിജയലഹരിയിലും മഹാരാജാസ് എന്ന സ്വപ്ന കലാലയത്തിൽ ചേരാൻ അർഹയായിരിക്കുന്നു എന്ന ആനന്ദലഹരിയിലും മുഴുകിയ നാളുകളിലൊന്നിലാണ് സ്വാതന്ത്ര്യ ദിന പുലരിയും വന്നത് അല്ലേ. പണ്ടത്തെ കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിയാണ്. ഡിഗ്രിക്ക് മുമ്പ് അത് മഹാരാജാസ് കോളേജിൽ പോകാൻ പറ്റും. ഇന്ന് +2 കഴിഞ്ഞാലാണ് ഒരു ഡിഗ്രി കിട്ടുക. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി എന്നൊരു കോഴ്സ് ഉണ്ട്, അത് മഹാരാജാസ് കോളേജിലുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് ഉയർന്ന മാർക്കോട് കൂടി ആര് പാസ്സായി? നമ്മുടെ ആയിഷു പാസ്സായി. എന്നിട്ട് മഹാരാജാസ് കോളേജിലേക്ക് പോകാമല്ലോ, നല്ല മാർക്കുണ്ടല്ലോ, അപ്പോൾ മഹാരാജാസ് കോളേജ് അഡ്മിഷൻ കിട്ടും, അവിടേക്ക് പോകാമല്ലോ എന്ന സ്വപ്നത്തിലും ആഹ്ലാദത്തിലുമാണ് ആരുള്ളത്? നമ്മുടെ ആയിഷു ഉള്ളത്. അവളുടെ മനസ്സ്
മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി. അപ്പോൾ മക്കളെ ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ആയിഷുവിൻ്റെ മനസ്സ് പീലി വിരിച്ച മയിലായി മാറിയത്? കാരണം ഇതാണ്, സ്വപ്ന കലാലയത്തിൽ ചേർന്ന് അർഹയായിരിക്കുന്ന ലഹരിയിലും സ്വാതന്ത്ര്യദിനത്തിനും അന്ന് മുഴുകിയ നാളുകളിലാണ് അവൾ ജീവിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത് മഹാരാജാസ് കോളേജിൽ പോകാൻ പറ്റുമല്ലോ എന്ന ആ ഒരു സന്തോഷത്തിലുമാണ് ആയിഷ ഉള്ളത്. ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യ സ്വതന്ത്രയാവുന്നു, ഞാനും സ്വതന്ത്രയാവുന്നു. എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ, അല്ലേ? ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും സ്വതന്ത്രയായിരിക്കുന്നു, താനും സ്വതന്ത്രയായിരിക്കുന്നു എന്ന ആയിഷുവിൻ്റെ ചിന്തയിലാണ്. ഗേൾസിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുണ്ട്, അല്ലേ? ഗേൾസ് സ്കൂളാണ് ആയിഷുവിൻ്റെ സ്കൂൾ, ഗേൾസ് സ്കൂളാണ്, അല്ലേ? അതിൽ എന്താണ്, സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുണ്ട് എന്ന് പറയുന്നു. 10ാം ക്ലാസ് കടമ്പ ഈ വർഷം കടന്നവരെല്ലാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായവരെല്ലാം തന്നെ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഹെഡ് മാസ്റ്റർ ക്ഷണിച്ചിരിക്കുന്നുണ്ട്. കാരണം ഗിഫ്റ്റ് കൊടുക്കും. 10ാം ക്ലാസ് ഉയർന്ന മാർക്കോട് കൂടി പാസ്സായ കുട്ടികൾക്കെല്ലാം എന്തുണ്ട്, ട്രോഫി ഉണ്ട്. അതുകൊണ്ട് ഉയർന്ന മാർക്കോട് കൂടി പാസ്സായവളാണ് ആര്? ആയിഷുവിനും ട്രോഫി കിട്ടും. എപ്പോൾ? സ്വാതന്ത്ര്യദിനത്തിന് അന്ന്, ആ ദിവസം. അതാണ് അവൾക്ക് ഹാപ്പി. 2 കാരണങ്ങളാണ് ആയിഷു സന്തോഷവതിയായിരിക്കാനുള്ള കാരണം. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആഗസ്റ്റ് 15-നാണ് അവൾക്ക് ആ ട്രോഫി കിട്ടുന്നത്, ആ ദിവസമാണെന്ന്. പിന്നെന്താണ്, അവൾ നല്ല മാർക്കോട് കൂടി പാസ്സായി ഇനി മഹാരാജാസ് കോളേജ് അഡ്മിഷന് വേണ്ടി പോകാൻ പോവുകയാണ്. ഈ 2 സന്തോഷം ആർക്കുണ്ട്? നമ്മുടെ ആയിഷുവിനുണ്ട്. 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ ആയിഷു വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി, അല്ലെ? 10ാം ക്ലാസ്സിലെ ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് ആര് വാങ്ങിയത്? ആയിഷു വാങ്ങിയത്. അവൾ വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി മാറി. 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ ആയിഷു വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി മാറി. അപ്പോൾ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലെ താരമായി ആര് മാറുകയാണ്? നമ്മുടെ ആയിഷു മാറുകയാണ്. അന്നത്തെ പ്രഭാതത്തിന് അസാധാരണമായ തെളിച്ചമുണ്ടായിരുന്നു. മക്കളെ ചോദ്യം വരാം, ആ പ്രഭാതത്തിന് അസാധാരണമായ തെളിച്ചമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദ്യം വരാം, അല്ലേ? അന്നത്തെ പ്രഭാതത്തിന് അസാധാരണമായ തെളിച്ചമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതെന്തൊരു അത്ഭുതം, ഇത് എന്തൊരു അത്ഭുതമാണ് എന്നായി ആയിഷുവിന് ചിന്ത. റമദാൻ മാസം തുടങ്ങും മുമ്പ് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കി, വിളക്കു ചില്ലുകൾ തുടച്ചു മിനുക്കി, കിടക്കകൾ വെയിലത്തിട്ടുണക്കി, ജനാലവിരികൾ കഴുകാൻ എടുത്തു കഴിയുമ്പോൾ വരുന്നൊരു പ്രകാശമുണ്ടല്ലോ, അല്ലേ? അതുപോലെ അവൾക്ക് റമദാൻ മാസം പോലെ തോന്നി. ഏത് ദിവസം? സ്വാതന്ത്ര്യം കിട്ടിയ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനമായ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ? ആ ആഗസ്റ്റ് 15 സ്കൂളിലെത്തി ആ ഒരു ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ദിനത്തിൽ ആയിഷുവിന് തോന്നുകയാണ് റമദാൻ മാസം പോലെ തിളക്കമുള്ള പ്രഭാതം. വീടൊക്കെ വൃത്തിയാക്കി മിനുപ്പുള്ളതാക്കി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുന്ന ഒരു തെളിച്ചവും വെളിച്ചവും ആ ഒരു പ്രഭാതത്തിനുണ്ട് എന്ന് ആയിഷു തോന്നി. സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷത്തിലാണ് ആയിഷു, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സന്തോഷം. പഴയ വീടിനപ്പോൾ പുതിയൊരു പരിവേഷം ഉണ്ടാകും, അല്ലേ? നമ്മൾ റമദാൻ മാസം വീടൊക്കെ വൃത്തിയാക്കും, അല്ലേ? അപ്പോൾ പഴയ വീട് പുതിയ വീട് പോലെ തോന്നും. നാടിന് മുഴുവൻ ഇപ്പോൾ അങ്ങനെയൊരു വെളിച്ചം, നാട് മുഴുവൻ അങ്ങനെ ഒരു തെളിച്ചത്തിനും ആഹ്ലാദത്തിലാണ് കാണാൻ സാധിക്കുക. അതെവിടുന്ന് വന്നു എന്ന് ചോദിക്കുകയാണ്. കഴുകി വെടിപ്പാക്കാൻ ഒരു മഴ പോലും പെയ്തില്ലല്ലോ രാത്രി. ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ആഹ്ലാദം വെളിച്ചമായി പുറത്തേക്ക് പ്രസരിച്ചതാണോ? ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ആഹ്ലാദം വെളിച്ചമായി പുറത്തേക്ക് പ്രസരിച്ചതാണോ? അതായത് സ്വാതന്ത്ര്യദിനത്തിനന്ന് ആ ഒരു ഭൂമി സുന്ദരമായി കാണുന്നു. ചുറ്റുമുള്ളവരും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നിൽക്കുകയാണ്. ആ ഭൂമി സുന്ദരമായി കാണപ്പെടുകയാണ്. എല്ലാവരും കുളിച്ച് വൃത്തിയുള്ള ഉടുപ്പുകൾ അണിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെ ചരണങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ ത്രസിപ്പ്, എല്ലാവരുടെയും ചരണങ്ങളിൽ സ്വാതന്ത്ര്യം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി വെള്ളക്കാരില്ല, അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരുമില്ല. ഇനി വെള്ളക്കാരില്ല എന്ന് പറയുന്നു, അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരുമില്ല. ആ ഭൂമി സുന്ദരമായി കാണപ്പെടുകയാണ് ചെയ്യുന്നത്. വെള്ളപ്പട്ടാളവുമില്ല, അതായത് വെള്ളക്കാരില്ല, ബ്രിട്ടീഷുകാരില്ല. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തി. അതിൻ്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നമ്മൾ എന്താഘോഷിക്കുന്നത്? സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ആയിഷുവിന് എന്താണ് അത്ഭുതമുണ്ടാകാൻ കാരണം? ആയിഷുവിന് എന്തിനാണ് ആയിഷു സന്തോഷത്തോടെയുള്ള ഒരു റമദാൻ പ്രഭാതം പോലെ ആ പ്രഭാതത്തെ കണ്ടത്? കാരണം എന്താണ്? ആ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദത്തിലാണ് ആയിഷു ആ ദിവസം കാണപ്പെടുന്നത്.
നാട്ടുസായിപ്പന്മാരുമില്ല, നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും. സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം, അല്ലേ? സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം അതെങ്ങനെയാണ് എന്നൊന്നും ആർക്കും ഉറപ്പില്ല. സമത്വസുന്ദരമായ സ്വന്തം ഭരണം, ബ്രിട്ടീഷുകാരെ നമ്മൾ പായിച്ച് അവരെ ഓടിച്ച് ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്നു. എങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ അതുണ്ട്, അത് സംഭവിക്കാൻ പോകുന്നു എന്നുറപ്പുമുണ്ട്. പിന്നെയും ഏറെ പ്രതീക്ഷകൾ കാണാൻ സാധിക്കുന്നു. ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല. ഇനി കൃഷിക്കാരെ ബ്രിട്ടീഷുകാരെ നികുതിയുടെ പേരിൽ പിഴിയില്ല. അത് മുടങ്ങിപ്പോയാൽ വരുന്ന ജപ്തികളുമില്ല. ഇനി ഹുണ്ടിക പിരിവുകാരുമില്ല, അതായത് ടാക്സ് നികുതി പിരിവുകാരുമില്ല. മുതലാളിമാരുടെ റൗഡി പടകളില്ല. തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല. പൂഴ്ത്തിവെയ്പ്പുകാരില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് BA-ക്കാരും LLB-ക്കാരും ഒക്കെ ആകും. സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികളിലൊക്കെ ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രം, അല്ലേ? ആയിഷ പറയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എങ്ങനെ ആവണമെന്ന്. ബ്രിട്ടീഷുകാരില്ല, വെള്ള പട്ടാളക്കാരില്ല, നികുതിയുടെ പേരിൽ വെട്ടിപ്പും കൊട്ടിപ്പും ഒന്നുമില്ല, പൂഴ്ത്തിവെപ്പുകാരില്ല, ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ല, കർഷകരെ ചൂഷണം ചെയ്യാൻ ആരുമില്ല, പഠിച്ച് മിടുക്കരാകാൻ BA-ക്കാരും LLB-ക്കാരുമാകാൻ ആൾക്കാരുണ്ടാകും, ഗവൺമെൻറ് ജോലിയിൽ ഉയർന്ന ജോലിക്കാരും ഉണ്ടാകും. കാരണം ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്നു, ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്ന സന്തോഷമാണ് ആയിഷു ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. മക്കളെ കണ്ടോ, അവർ നടന്നു പോവുകയാണ്. എന്ത് വിശാലമായ രീതിയിലാണ് നടന്നു പോകുന്നതല്ലേ? ഇതൊക്കെ ഈ പാഠഭാഗത്തിൻ്റെ സുന്ദരമായ കാഴ്ചയാണ്. ഇവിടെ ആയിഷിനെ കാണാൻ പറ്റുമോ? നമുക്കാണെങ്കിൽ ഇതിന് ആയിഷുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. തട്ടുണ്ട് കേട്ടോ. ഓക്കെ. പോരാ നാളിൽ ദൂരം ഉയരട്ടെ ഭാരത ക്ഷമാദേവിയുടെ തൃപ്പതാകകൾ എന്ന മുദ്രാവാക്യവുമായി കുട്ടികൾ ഇതാ ത്രിവർണ്ണ പതാകയും പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയുമായി നടന്നു പോവുകയാണ്. അതാ ആ പതാകകളാണ് എവിടെ നോക്കിയാലും അവയതാ നിർഭയമായി ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു. ആ പതാക ഇങ്ങനെ പാറിക്കളിക്കുകയാണ് ആ ഭൂമിയിൽ. സ്കൂളിലെത്തിയതോടെ എല്ലാവർക്കും കിട്ടി നടുവിൽ ചക്രമുള്ള കൊച്ചു മൂവർണ്ണ കൊടികൾ, അല്ലേ? ഇപ്പോൾ സ്കൂളിലെത്തിയതോടെ എല്ലാവർക്കും എന്ത് കിട്ടി? ചക്രമുള്ള കൊച്ച് മൂവർണ്ണ കൊടികൾ. എല്ലാവർക്കും മൂവർണ്ണ കൊടികൾ കിട്ടിയെന്നാണ് പറയണേ. അസംബ്ലിയിൽ മുതിർന്നവരായി നിന്ന് ആയിഷുവും കൂട്ടുകാരും ഹെഡ് മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിച്ചു. ആയിഷുവും കൂട്ടുകാരും ഹെഡ് മാസ്റ്ററുടെ എന്ത് ശ്രദ്ധിച്ചു മക്കളെ? സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെപ്പറ്റി, സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ പറ്റി, പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി, പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് എല്ലാം അടങ്ങിയ സന്ദേശം, അല്ലേ? പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള സന്ദേശം ഹെഡ് മാസ്റ്റർ പറയാൻ തുടങ്ങി. ആ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ഹെഡ് മാസ്റ്റർ സന്ദേശം കൊടുക്കുകയാണ്. എന്ത് സന്ദേശമാണ് മക്കളെ? സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, എല്ലാവരും ഒന്നിച്ച് കഴിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, എല്ലാവരും ഒന്നാണ് എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ് മാസ്റ്റർ എന്ത് കൊടുക്കുകയാണ്? സ്വാതന്ത്ര്യദിന സന്ദേശം കൊടുക്കുകയാണ് എല്ലാവർക്കും. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്നുച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിൻ്റെ ഒരു തിരയുയർത്തി, അല്ലേ? ഹെഡ് മാസ്റ്റർ ജയ് ഹിന്ദ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കുട്ടികൾ എന്തായി മക്കളെ? ഒരു ആവേശത്തിൻ്റെ തിരി ഉണരാൻ തുടങ്ങി എന്ന് പറയുന്നു. ശേഷം പൂക്കൾ തീർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞു കയറി. അങ്ങനെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? ആ ത്രിവർണ്ണ പതാക ഉയർത്തി കയറ്റി. അങ്ങനെ ആകാശത്തെ വിനാദങ്ങളിൽ ആ ത്രിവർണ്ണ പതാക മൂവർണ്ണ കൊടി ഇങ്ങനെ പാറുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മൂവർണ്ണ കൊടി അവിടെ പാറിക്കളിക്കുന്ന സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പതാകയ്ക്ക് സല്യൂട്ട്, എന്തൊരു അഭിമാനം, എന്തൊരു ആഹ്ലാദ നിമിഷം. പിന്നെ ഇതുവരെ കേൾക്കാത്തൊരു ദേശഭക്തി ഗാനം, വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം അനയക ശീതള സസ്യശ്യാമളം മാതരം. ആ പാട്ടില്ലടാ, അത് പാടാൻ തുടങ്ങി അവിടെ സ്കൂളിൽ വെച്ചിട്ട്. പതാകയ്ക്ക് സല്യൂട്ട് കൊടുത്തു, അല്ലേ? ഓൾ സല്യൂട്ട് എന്ന് പറഞ്ഞു. എല്ലാവരും സല്യൂട്ട് കൊടുത്തു, ഫ്ലാറ്റ് സല്യൂട്ട് എന്ന് പറഞ്ഞു. എന്തൊരു അഭിമാനപൂരിതമായ നിമിഷമാണത്, എന്തൊരു ആഹ്ലാദ നിമിഷമാണ്. ആയിഷ പറയുകയാണ്, പിന്നെ ഇതുവരെ കേൾക്കാത്തൊരു ദേശഭക്തി ഗാനം അവിടെ പാടി വന്ദേ മാതരം പാടാൻ തുടങ്ങി. എത്ര സുന്ദരവും സുരഭിലവുമാണ് എൻ്റെ നാട് എന്ന് ആയിഷ പറയുകയാണ്. എത്ര അഭിമാനിക്കാവുന്നതാണ് സ്വാതന്ത്ര്യ ഭാരതത്തിലെ പൗരത്വം, അല്ലേ? എല്ലാവർക്കും അഭിമാനിക്കുന്നതാണ് ഈ സ്വാതന്ത്ര്യ ഭാരതം. ഈ ഭാരതത്തിൽ പറയുന്ന ഓരോ ആൾക്കാർക്കും അഭിമാനിക്കാനുണ്ട്. കാരണം നമ്മളെ അടിമകളാക്കി വെച്ച ബ്രിട്ടീഷുകാരെ തുരത്തിക്കൊണ്ട് നമ്മളെന്തായി? നമ്മൾ ഭാരതത്തെ വീണ്ടെടുത്തു. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കണമെന്ന് ആയിഷ പറയുകയാണ്, എഴുത്തുകാരി പറയുകയാണ്, ഖദീജ മുംതാസ് പറയുകയാണ്. ഇനി ഘോഷയാത്രയാണ്, അല്ലേ? സ്വാതന്ത്ര്യദിന വിളംബര റാലി.
പല സ്കൂളുകളിൽ നിന്ന് പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒന്നിച്ച്, പല സ്കൂളിൽ നിന്ന് പല റാലിയും വന്നു, അത് ഒന്നിച്ച് ഒരു വലിയ പുഴയായി അങ്ങനെ ഭാരതമാതായ്ക്ക് ജയഭേരികൾ മുഴക്കി അവർ നടന്നു നീങ്ങി. ഭാരതമാങ്ങയ്ക്ക് അല്ലേ, ഭാരതാംബികയ്ക്ക് ജയ് പറഞ്ഞുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളും ആ സ്വാതന്ത്ര്യദിന റാലിയിൽ പങ്കെടുക്കുകയാണ്. വടക്കേ നടയിൽ നിന്നുദ്ഭവിച്ച് ചേരമാൻ പള്ളിക്ക് മുമ്പിലൂടെ ചേരമാൻ പറമ്പും കടന്ന് കായൽ കരയിലൂടെ പടിഞ്ഞാട്ട് പുഴയോടൊപ്പം ഒഴുകി അഴീക്കോട് കടപ്പുറത്തെത്തി. അങ്ങനെ അഴീക്കോട് കടപ്പുറത്തേക്ക് എത്തി. അങ്ങനെ വിദ്യാർത്ഥികളെല്ലാം തന്നെ പുഴകളും കടലുകളും ചേരമാൻ പള്ളിയും കടന്ന് എല്ലാ മൈതാനങ്ങളും കടന്ന് അങ്ങനെ എവിടെ എത്തി? അഴീക്കോട് കടപ്പുറത്തെത്തി എന്ന് പറയുന്നു. അഴീക്കോട് സ്കൂളിലെ കുഞ്ഞു കൈവഴിയെ ലയിപ്പിച്ച് കടപ്പുറം ചുറ്റി തിരിഞ്ഞൊഴുകി. അങ്ങനെ കടപ്പുറം ചുറ്റി അവർ നടന്നു പോവുകയാണ്. അങ്ങനെ അവർ ദൂരം താണ്ടിക്കൊണ്ട് പോവുകയാണ്. ദൂരം അവരറിഞ്ഞില്ല. വിദ്യാർത്ഥികൾ ദൂരം അറിയാതെ ആ പതാകയും ഏന്തിക്കൊണ്ട് നടന്നു പോവുകയാണ്. സമയം അവരറിഞ്ഞില്ല. അവർ നിറഞ്ഞ ആവേശത്തിലായിരുന്നു. മക്കൾ, നമ്മുടെ കുഞ്ഞുമക്കൾ നിറഞ്ഞ ആവേശത്തോടു കൂടി നടന്നു പോവുകയാണ്. നിറഞ്ഞ പ്രതീക്ഷയിലും അവരുടെ ഭാവി എത്ര വർണ്ണശബളം. പ്രതീക്ഷയോടുകൂടി ഇന്ത്യയെക്കുറിച്ച് ആലോചിച്ച് ആ ഒരു ആവേശത്തോടു കൂടി കുഞ്ഞുമക്കളെല്ലാം നടന്നു പോവുകയാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അന്നത്തെ കാഴ്ച, ആയിഷ സ്കൂളിൽ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തമായ സന്ദേശം, അവരുടെ വികാരമെല്ലാം തന്നെയാണ് ഖദീജ മുംതാസിൻ്റെ ഏത് പാഠഭാഗം നീട്ടിയെടുത്തു നോവലിലെ ചെറിയ പാഠഭാഗമായ നമ്മുടെ സ്വാതന്ത്ര്യദിന ജീവിതം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. സെറ്റല്ല മക്കളെ? ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഒന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. എന്താണ് ആദ്യത്തെ ചോദ്യം? ഇന്ത്യ സ്വതന്ത്രയാകുന്നു, ഞാനും സ്വതന്ത്രയാവുന്നു. എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആയിഷുവിൻ്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത്? ചർച്ച ചെയ്യുക അല്ലേ. ഇന്ത്യ സ്വതന്ത്രയാവുന്നു, ഞാനും സ്വതന്ത്രയാകുന്നു. എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആയിഷുവിൻ്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് ഈ വാക്കിൽ കാണുന്നത്? 5 മാർക്കിൻ്റെ ചോദ്യം വരാം. എന്തൊക്കെയാണ് ആയിഷു പറയുന്നത്? സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ ലഭ്യമല്ലാതിരുന്ന പ്രതീക്ഷകളെയും അവകാശങ്ങളെയും കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് ഈ വരികളിൽ കാണാനാകുന്നത് അല്ലേ. ഇതുവരെ ഇല്ലാത്ത അവകാശങ്ങളെയും തിരിച്ചറിവുകളെക്കുറിച്ച് ഈ വരികൾ മക്കളെ പറയുന്നുണ്ട്. രാജ്യം സ്വതന്ത്രമാകുമ്പോൾ രാജ്യത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിലും പ്രതീക്ഷകൾ ഉണ്ടാവുകയും സ്വപ്നങ്ങൾക്ക് നിറം വയ്ക്കുകയും ചെയ്യുന്നു അല്ലേ. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഉണ്ടാകണം, ആ നിറങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നു. ആരുടെയും അടിമയാകാതെ സ്വന്തം ചിന്തകൾക്കനുസരിച്ച് മാനസികമായും ഭൗതികമായും വളരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു എന്ന് ആയിഷുവിൻ്റെ വിചാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ആരുടെയും അടിമയാകാതെ ഉയർന്നു വരുന്ന പുതിയ ചിന്താധാര ആയിഷുവിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഉണ്ട്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അടിമയിലായിരുന്നു. പക്ഷെ അതിൽ നിന്നും സ്വാതന്ത്ര്യ സമര പോരാളികൾ സമരം ചെയ്ത് പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ചെയ്ത് ആ സ്വാതന്ത്ര്യം നമുക്കായി നേടിത്തന്നു. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ വരികൾ, ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്താണ്? സ്വാതന്ത്ര്യം അത് തിളക്കമുള്ള പ്രതീക്ഷയാണ്. സത്യം, സ്വാതന്ത്ര്യം തിളക്കമുള്ള പ്രതീക്ഷയാണല്ലേ. സ്വാതന്ത്ര്യം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മളൊരാളുടെ അടിമയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്കൊരാൾ അടിമയായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഒരു തിളക്കമുള്ള പ്രതീക്ഷയാണെന്ന് പറയുന്നത്. അത് തിളക്കമുള്ള പ്രതീക്ഷയാണ്, വിസ്തൃതമായ ആകാശമാണ്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം. വരികളുടെ അർത്ഥം വിശദമാക്കുക. അപ്പോൾ സ്വാതന്ത്ര്യം തന്നെ ജീവിതം, വരികളുടെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. നോക്കാം. സ്വാതന്ത്ര്യത്തെ അതിൻ്റെ എല്ലാ നിലകളിൽ നിന്നും നോക്കിക്കാണുന്ന വരികളാണ് ഇത്. സ്വാതന്ത്ര്യത്തെ അതിൻ്റെ എല്ലാ നിലകളിൽ നിന്നും നോക്കിക്കാണുന്ന വരികളാണ് ഇത്. ജീവിതത്തിൽ വെളിച്ചവും തെളിച്ചവുമാകുന്നത് സ്വാതന്ത്ര്യമാണ്. ജീവിതത്തിൽ വെളിച്ചവും തെളിച്ചു തരുന്നതാണ് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ജീവിതത്തിലും സമൂഹത്തിലും വരുത്തുന്ന മാറ്റങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആശയങ്ങളാണ് ഈ വരികൾ ഉൾക്കൊള്ളുന്നത് അല്ലേ. ഇപ്പം സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ മാറ്റം എന്തൊക്കെയാണെന്നാണ് ഈ വരികൾ പറയുന്നത്. സ്വാതന്ത്ര്യം തിളക്കമുള്ള പ്രതീക്ഷകൾ നൽകുന്നു. സ്വാതന്ത്ര്യം നൽകുന്ന വിസ്തൃതമായ ചിന്തകളും അവയുടെ ഫലങ്ങളുമാണ് വിസ്തൃതമായ ആകാശം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മളില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വാതന്ത്ര്യമാണ് നമ്മളെ മുന്നോട്ട് സഞ്ചരിക്കുന്നത്, സ്വാതന്ത്ര്യമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തൊരു ചോദ്യം. അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി. അപ്പോൾ
പൂക്കൾ തീർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കുടഞ്ഞു കയറി. മലയാളം ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ. ഇത്തരം വാക്യങ്ങൾ സന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ അല്ലേ? ഇത്തരത്തിൽ 2 വാക്യങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായപ്പോൾ എപ്പോൾ ആ ഒരു ത്രിവർണ്ണ പതാക മുകളിലേക്ക് ഉയർന്നപ്പോൾ അല്ലേ? പൂക്കൾ തീർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കുടഞ്ഞിറങ്ങി. അപ്പോൾ ഇത്തരം പദങ്ങൾ എങ്ങനെയാണ് ഭാവസാന്ദ്രമാക്കുന്നത്? 5 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. നോക്കാം നമുക്ക്. ഇത്തരം സന്ദർഭങ്ങൾ നോവലിലെ ഭാഗങ്ങളെ കൂടുതൽ മനോഹരമാക്കുകയും വായനക്കാരൻ്റെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ നോവലിനെ കൂടുതൽ സുന്ദരമാക്കും, വായനക്കാരൻ്റെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നീ വാക്യങ്ങൾ പറയുന്നുണ്ടല്ലേ? സ്വാതന്ത്ര്യം എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് ഈ വാക്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യപൂർണമായ ജീവിതം ഒരു രാജ്യത്തിനും വ്യക്തിക്കും എത്രമാത്രം ഊർജവും ഉത്സാഹവും നൽകും എന്നതിനുള്ള തെളിവുകളാണ് ഈ വാക്യങ്ങൾ നൽകുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കുന്നുണ്ട്, വലിയ മാറ്റം വരുത്തുന്നുണ്ട് എന്ന് ഈ വാക്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കില്ല, നമ്മുടെ ജീവിതം അവിടെ സ്റ്റക്കായി പോകുമെന്നുകൂടി ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ. പിന്നെ എന്താണ് അടുത്ത ചോദ്യം? നമ്മുടെ കുഞ്ഞുങ്ങൾ വയറ് നിറയെ ഇനി ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. നീട്ടി എഴുത്തുകൾ. ഖദീജ മുംതാസിൻ്റെ വരികളാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം വിദേശീയരായ ഭരണാധികാരികളുടെ സ്വേച്ഛാപ്രമദതയ്ക്ക് എതിരെ മാത്രമായിരുന്നില്ല, അത്ര തന്നെയോ അതിലധികമോ നാട്ടിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾക്കും എതിരെയായിരുന്നു അത്. നാം ചങ്ങല പൊട്ടിച്ച കഥ NV കൃഷ്ണവാര്യരുടെ അവതാരികയാണ്. മുകളിൽ കൊടുത്ത സന്ദർഭങ്ങളിലെയും വർത്തമാനകാലത്തെയും സാമൂഹിക ജീവിതാവസ്ഥകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ, താരതമ്യക്കുറിപ്പ് ഒരു പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യം. ഇപ്പോൾ എന്താണ്? NV കൃഷ്ണവാര്യരുടെയും ഖദീജ മുംതാസിൻ്റെ 2 വരികൾ താരതമ്യം ചെയ്ത് അതിന് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാണ് ചോദ്യം. നോക്കാം നമുക്ക് എന്താണ് പറയുന്നത് നോക്കിയാലോ. യെസ്. സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിച്ച ഒരു കൂട്ടം ജനതകളുടെ പ്രതീക്ഷകളാണ് ഈ വരികൾ തെളിയുന്നത് അല്ലേ? സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ച ഒരു കൂട്ടം ജനതകളുടെ പ്രതീക്ഷകളാണ് ഈ വരികളിൽ തെളിയുന്നത്. മുമ്പ് നമ്മൾ അടിമകളായിരുന്നു, ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിച്ചവരായിരുന്നു നമ്മൾ. പക്ഷേ ഇന്നോ നമ്മൾ എന്തായി? 70 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ബ്രിട്ടീഷുകാരെ ഓടിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ നമ്മൾ ഇന്ന് എല്ലാ അവകാശങ്ങളോടുകൂടി അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ്. നമ്മുടെ മക്കളാകുന്നവരും തലമുറ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ആസ്വദിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകർന്ന് ജീവിക്കുകയും ചെയ്യുമെന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രതീക്ഷയായി മാറുന്നത്. ഇപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം തിരിച്ചറിഞ്ഞ് നുകർന്ന് ജീവിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ കുട്ടികൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതും അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കുന്നതിനും പഠിക്കുന്നതിനും വസ്ത്രം ധരിക്കുന്നതും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത് സ്വാതന്ത്ര്യമായി ജീവിക്കുന്നതിനുമുള്ള അവസരത്തെ അവർ ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് നീട്ടിയെഴുത്തുകളിൽ ഖദീജ മുംതാസ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഖദീജ മുംതാസ് പറയുന്നത് എന്താണ്? നമ്മുടെ പൂർവികർ എത്രയാണോ പീഡനം അനുഭവിച്ചത് അതൊക്കെ അവർക്ക് പിന്നീട് മാറ്റാൻ സാധിച്ചു. അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോരായ്മകളെയും ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആ സഞ്ചാരമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ആ ഒരു മാറ്റമാണ്. ആ മാറ്റമാണ് ഈ പാഠഭാഗം ഉൾക്കൊള്ളുന്നതും. അന്നുവരെ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയോടുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് സ്വാതന്ത്ര്യം എന്ന ചങ്ങല പൊട്ടിച്ച കഥയിൽ NV കൃഷ്ണവാര്യർ പറയുന്നത്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അത് ചങ്ങല പൊട്ടിക്കലാണ്. അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു വരേണ്ടത്. അതാണ് NV കൃഷ്ണവാര്യർ പറയുന്നത്. എല്ലാ കാലത്തും അസ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഊർജം പകർന്നത് സ്വാതന്ത്ര്യം എന്ന ആശയമാണ്. ഇന്നും ചങ്ങലകൾ വീഴുന്ന ഇടങ്ങളിലെല്ലാം സമരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? ഇന്നും ചങ്ങലകൾ വീഴുന്ന ഇടങ്ങളിലെല്ലാം സമരങ്ങൾ ഉണ്ടാകുന്നു. അസ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചു മാറ്റി എടുത്തെറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കണമെന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ ഈ ചോദ്യം നമ്മോട് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്താ മക്കളെ? നമ്മുടെ കുഞ്ഞുങ്ങൾ വയറ് നിറയെ ഇനി ഭക്ഷണം കഴിക്കും.
നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതി മത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. നീട്ടിയെഴുത്തുകൾ ഖദീജ മുംതാസ്. നമ്മുടെ നമ്മൾ ഈ ചോദ്യം പഠിച്ചാണ്. യെസ്, ഓക്കെ. ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് മക്കളെ മനസ്സിലായത്? സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു മാറ്റുലി അല്ലേ? ഈ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള ഘടികയാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നും 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം നേടി. ആ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ഈ ഒരു പെൺകുട്ടി, ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടി, ആ സ്കൂളിൽ ഇരുന്നു കൊണ്ട് ത്രിവർണ്ണ പതാക കാണുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അഭിമാനമാണ് ഇവിടെ ചർച്ചാ വിഷയമായി കടന്നു വരുന്നത്. ആ കുട്ടി പിന്നീട് ചിന്തിക്കുകയാണ്, റമദാൻ മാസത്തിൻ്റെ തിളക്കം പോലെയാണ് ആ ചുറ്റുപാട് ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നത്. കാരണം എന്താണ്? ഇന്ത്യ സ്വതന്ത്രയായിരിക്കുന്നു, താനും സ്വതന്ത്രയായിരിക്കുന്നു, പെൺകുട്ടിയും സ്വതന്ത്രയായിരിക്കുന്നു, പെൺകുട്ടി വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു. ഇനി പഠിച്ച് മിടുക്കിയാകാം, നല്ല വസ്ത്രങ്ങൾ ഇടാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വിദ്യാഭ്യാസം നേടാമെന്ന പെൺകുട്ടി ചിന്തിക്കുന്നു. ഇത്തരത്തിൽ സ്വാതന്ത്ര്യം എത്രമാത്രം നമ്മുടെ ലൈഫിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ പാഠഭാഗം. അതോടൊപ്പം തന്നെ നമ്മൾ സഹിച്ച പീഡനങ്ങളെ, നമ്മുടെ പൂർവികർ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ, അവർ സഹിച്ച ത്യാഗങ്ങളെ, അവരുടെ പോരാട്ട വീര്യങ്ങളെല്ലാം തന്നെ ഈ പാഠഭാഗം ചർച്ചയാകുന്നുണ്ട്. ഈ പാഠഭാഗം അതുകൊണ്ട് തന്നെയാണ് നമ്മോട് പറയുന്നത്, എന്തു മക്കളെ, ആയിഷുവിൻ്റെ കഥയിലൂടെ, ആയിഷുവിൻ്റെ ജീവിതത്തിലൂടെ എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് നാം അറിയണം. നമുക്ക് ആരോ തന്ന സ്വാതന്ത്ര്യത്തിലെല്ലാം ജീവിക്കുന്നത്, മറിച്ച് എന്താണ്? നമ്മൾ നേടിയെടുത്ത അവകാശ പോരാട്ടങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായി തന്നെ മുന്നോട്ടേക്ക് കടന്നു പോകണം. ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് പ്രധാനമായും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു പാഠഭാഗം തന്നെയാണ്. ഇതിലെ ഉപന്യാസം വരാം, ആസ്വാദനക്കുറിപ്പ് വരാം, താരതമ്യക്കുറിപ്പ് വരാം, വിശകലനക്കുറിപ്പ് വരാം, ലഘുവാക്യമാക്കാൻ ചോദ്യം വരാം. 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന നിങ്ങളുടെ മലയാളം ഫസ്റ്റിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നോക്കി കാണേണ്ട ചോദ്യമാണ്. മറിച്ച് കഥാപാത്ര നിരൂപണവും ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആയിഷു എന്ന കഥാപാത്ര നിരൂപണം. നമുക്ക് എന്തൊക്കെ ആയിഷുവിൻ്റെ കഥാപാത്ര നിരൂപണം എഴുതാം? എന്താണ്? സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആദർശവും വീര്യമുള്ള പെൺകുട്ടി, മിടുക്കിയായി പഠിക്കുന്ന പെൺകുട്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അവകാശബോധത്തെക്കുറിച്ച് അഭിമാനമുള്ള പെൺകുട്ടി അല്ലേ? ജീവിതത്തിൽ നല്ല ആദർശമുള്ള നിലപാടുള്ള പെൺകുട്ടിയാണ് ആയിഷു. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠഭാഗത്തിൽ ആയിഷുവിൻ്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചറിയണം കേട്ടോ. ഇന്ത്യയും സ്വതന്ത്രയാവുന്നു, താനും സ്വതന്ത്രയാവുന്നു പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾക്കും പഠിക്കാനുള്ള, വിദ്യാഭ്യാസം നേടാനുള്ള പ്രാധാന്യം കിട്ടുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഉഷാറായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.